നമസ്കാരം, വാർത്തകളുമായി അവർ ടിവി 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajman. കുവൈറ്റിൽ തീപിടുത്തം. പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലായിരുന്നു വൻ തീപിടുത്തം. കുവൈത്തിൽ 6 നില കെട്ടിടത്തിന് തീപിടിച്ച് 40-ലധികം പേർ മരണമടഞ്ഞു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഏതാനും പേരുടെ നില ഗുരുതരമാണ്. പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി ജീവനക്കാർ താമസിക്കുന്ന മംഗഫിലെ ബ്ലോക്ക് 4 കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്ന് പുലർച്ചെ 4-നായിരുന്നു അഗ്നിബാധ. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. പരിക്കേറ്റവരെ കുവൈത്തിലെ അദാൻ, ജുബൈർ, മുബാറക് എന്നീ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നു. നോർക്ക റൂട്ട്സ് ഗ്ലോബൽ കോൺടാക്ട് സെന്റർ നമ്പർ 180042533939. 4-ാം ലോക കേരള സഭയ്ക്ക് നാളെ തുടക്കം. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ഒഡീഷയിൽ ആദ്യ BJP മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാജി സത്യപ്രതിജ്ഞ ചെയ്തു. ആന്ധ്രയിൽ 4-ാമത് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. വിമാന അപകടം. മലാവി വൈസ് പ്രസിഡന്റ് സോളോസ് ക്ലോസ് ചിലീമ ഉൾപ്പെടെ 10 പേർക്ക് ദാരുണാന്ത്യം. 2020 ലോകകപ്പ് ക്രിക്കറ്റ്. പാകിസ്ഥാൻ-കാനഡ മത്സരം പാകിസ്ഥാൻ വിജയിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ നമീബിയയെ 9 വിക്കറ്റിന് തകർത്ത് ഓസ്ട്രേലിയ സൂപ്പർ 8-ൽ. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരം. ഇന്ത്യ-ഖത്തർ മത്സരത്തിൽ ഖത്തർ വിജയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വീണ്ടും വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajman.